ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ഈ മോർണിംഗ് വോയിസിൽ ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. 1 തെസ്സലോനിക്കർ അതിൻ്റെ 3-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കുന്ന പോലെ കർത്താവ് നിങ്ങൾക്കും തമ്മിലും എല്ലാവരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കിയും. ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ കണ്ടു, ദൈവം ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ അടുത്തേക്ക് പോകുവാൻ പൗലോസിന് വഴിയൊരുക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം ഇവിടെ നാം കാണുന്നുണ്ട്, വർദ്ധിക്കപ്പെടുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് പൗലോസ് ചെയ്യുന്നത്. ഒന്ന്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ സ്നേഹം വർദ്ധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഇതൊക്കെ മാറിപ്പോകുവാൻ നാം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, സഹവിശ്വാസികളോട് അങ്ങയോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിക്കണം, ഞാൻ ആ സ്നേഹത്തിൽ വളരണം എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം നമ്മോട് കാണിച്ചത് തൻ്റെ സ്നേഹമാണ്. നാം ഇന്നായിരിക്കുന്നത് ആ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു രാജ്യത്തിൽ നമ്മളായിരിക്കും. നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ സ്നേഹമുണ്ടാവുന്നു. അപ്പോൾ പ്രാർത്ഥിക്കണം സ്നേഹം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. അടുത്തതായിട്ട് പൗലോസ് പറയുന്ന കാര്യം, കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും സ്നേഹം വർദ്ധിപ്പിച്ച് കവിമാറാകുകയും. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടാകണം, എല്ലാവരോടും സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹം വർദ്ധിക്കണം. മാത്രമല്ല അത് കവിയണം, മറ്റുള്ളവരെ മൂടണം. ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 1-ാം അധ്യായത്തിലും 2-ാം വാക്യത്തിലും വായിക്കുന്നത് അവർക്ക് സ്നേഹപ്രയത്നം ഉണ്ടായിരുന്നു എന്നാണ്. സ്നേഹത്തിൻ്റെതായ ആ വലിയ അധ്വാനം അവർ നടത്തിയിരുന്നവരാണ്. എന്നാൽ പൗലോസ് പറയാണ്, ആ അധ്വാനം തുടരണം, ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം, ആ സ്നേഹത്തിൽ മുന്നേറണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങളെ ഞാൻ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു. കാരണം സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ഇല്ല. കർത്താവ് നമ്മളെ സ്നേഹിതന്മാരാക്കി. എങ്ങനെയാ സ്നേഹിതന്മാരാക്കിയത്? തൻ്റെ വിലയേറിയ ജീവൻ നൽകി. കർത്താവ് തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു, പരമാവധി സ്നേഹിച്ചു, തൻ്റെ ജീവനെ നൽകി സ്നേഹിച്ചു. അങ്ങനെയാണ് നമ്മൾ ദൈവമക്കളായി തീർന്നത്. അങ്ങനെയാണ് നാം ദൈവരാജ്യത്തിൽ പ്രവേശിച്ചത്. മാത്രമല്ല, കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം അവർ അന്യോന്യം സ്നേഹിക്കണമെന്നാണ്. നാം യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. നിങ്ങളുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരായി.
കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്? കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോഴാണ്. നമ്മൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവിനോട് സ്നേഹമില്ല. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. അടുത്തതായി കർത്താവ് പറഞ്ഞു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. എല്ലാവരും എൻ്റെ ശിഷ്യന്മാരാണെന്നറിയും. സ്നേഹിച്ച ഒരു കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്നവൻ ഏറ്റവും ആവശ്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, 1 കൊരിന്ത്യർ 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമാണ്. അവിടെ അനേക കാര്യങ്ങൾ പറയുമ്പോൾ നിലനിൽക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. കാരണം എന്താ? വിശ്വാസം പ്രത്യാശയൊക്കെ ഇവിടെ കൊണ്ട് തീരും. എന്നാൽ സ്നേഹം പിന്നെയും ക്രിസ്തുവിനുള്ള സ്നേഹം നിത്യതയോളം നിലനിൽക്കുന്നതാണ്. ഒന്നിനും വേർപിരിക്കും. ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ഒന്നിനെ കൊണ്ട് കഴിയുന്നതല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നത്, 1 യോഹന്നാൻ 3:1, കണ്മീർ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആവുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് വലിയ സ്നേഹം തൻ്റെ പുത്രനിലൂടെ നൽകി നമ്മളെ ദൈവമക്കളാക്കി. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അന്യോന്യം എന്തിനെ സ്നേഹിക്കണം, അപ്പോഴാണ് നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുന്നു. പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ പഠിച്ചാൽ, പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഈ സ്നേഹത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന, നിങ്ങളുടെ സ്നേഹം സകല ജ്ഞാനത്തിലും വേഗത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായി തീരണം. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലൂടെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായിരിക്കണം. അപ്പോൾ നമ്മുടെ സ്നേഹം സകല ജ്ഞാനത്തിലും വേഗത്തിൽ സ്വർഗീയമായ പരിജ്ഞാനത്തിൽ വർദ്ധിക്കുമ്പോൾ നാം ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുമ്പോൾ, ആ സ്നേഹത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ കഴിയും. എന്താണ് ഏറ്റവും നല്ലതെന്ന് വിവേചിക്കാൻ നമ്മെ സഹായിക്കുന്നത് സ്നേഹമാണ്. അറിവ് ചീർപ്പിക്കുന്നു. സ്നേഹമോ ആത്മീയവർദ്ധന വരുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം നൽകി അവരെ ആത്മീയമായി വർദ്ധിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല, പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണല്ലോ, നിങ്ങൾ സ്നേഹം സകല വിശുദ്ധന്മാരോടും കൂടെ ദൈവസ്നേഹത്തിന്റെ ആഴം, നീളം, വീതി ഇവയൊക്കെ ഗ്രഹിപ്പാൻ തക്കവണ്ണം നിങ്ങൾ പര്യാപ്തരായി തീരണം. ആ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. അപ്പൊ സ്നേഹത്തിൽ നാം നിറയുമ്പോൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നാം നിറഞ്ഞു വരികയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ വിശുദ്ധന്മാരുടെ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? എല്ലാവരോടും സ്നേഹം വർദ്ധിച്ച് കവിയണം. അതിന് നല്ലൊരു മാതൃക പറയാണ്, ഞങ്ങൾക്ക് നിങ്ങളുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. ഇപ്പോൾ പൗലോസും തിമോത്തിയോസും ശീലാസും ഒന്നും അവിടെ ഇല്ല, തെസ്സലോനിക്കയില്ല. പക്ഷെ അവർ ദൂരെ ഒരു സ്ഥലത്താണ്. എന്നാൽ അവർ പറയാണ്, ഞങ്ങൾക്ക് നിങ്ങളുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. ആത്മീയ സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം അത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് അവരെ കാണാൻ ആഗ്രഹിക്കുന്നു, അവരോട് കൂട്ടമ്മ ആചരിക്കുന്നു ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹം വർദ്ധിച്ച് കവിഞ്ഞ് മറ്റുള്ളവർക്ക് അതിൽ സന്തോഷിക്കുവാനും ആ സ്നേഹം കണ്ട് അനേകർ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്ന് മനസ്സിലാക്കുവാൻ ഇടയാകണം. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹവാഹകരായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.